അപ്പൊ നമുക്ക് ജപ്പാൻ പേരക്കൊന്ന് വിളവെടുക്കാട്ടാ. കുരു കണ്ട ഒരു 5-6 കുരു പേരിന് മാത്രമേ ഉള്ളൂ കേട്ടോ. സാധാ പേരക്ക് ഇങ്ങനെയല്ലല്ലോ, ഭയങ്കര കുരുവായിരിക്കുമല്ലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേരക്കാണ്. സാധാ പേരക്ക കഴിക്കണ പോലെ അല്ല ഈ പേരക്ക കഴിക്കണത്. നമുക്ക് എത്ര കഴിച്ചാലും മതി വരൂല, അത്രയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പേരക്കാണ്. നല്ല ക്രിസ്പിയാണ് കേട്ടാ. എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിക്കണത് എന്റെ ജപ്പാൻ പേരുടെ അടുത്താണ്. അപ്പൊ ജപ്പാൻ പേര് ഒരു 5 മാസം മുമ്പാണ് നമ്മ നഴ്സറിയിൽ നിന്ന് ഒരു തൈ മേടിച്ചത്. തൈ മേടിച്ച് കഴിഞ്ഞ പിന്നെയാണ് നമുക്ക് ഇതുപോലെ ഫ്ലവർ ചെയ്തത് കേട്ടാ. ഫ്ലവർ ഒരു 5-6 ഫ്ലവർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരു പേരൊക്കെയാണ് നമുക്ക് പിടിച്ച് കിട്ടിയേക്കണണ്ട. അപ്പൊ ജപ്പാൻ പേരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുരു വളരെ കുറവുണ്ടാവുള്ളൂ. ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള പേരക്ക എന്നാണ് പറയണത്. നമുക്കിങ്ങനെ പഴുത്ത് ഇതായി പോകൂല, നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ളത്. കണ്ടപ്പോ തന്നെ കണ്ട അങ്ങനെ തന്നെയാണ് ഇരിക്കണത്. ഇത്രയും പഴുത്തിട്ട് വരെയും കണ്ട നെട്ടൊക്കെ നല്ല ഉറപ്പുള്ള നെട്ടുകളൊക്കെയാണ്. പിന്നെ നമുക്ക് എത്ര കഴിച്ചാലും മതി വരാത്തൊരു പേരൊക്കെയാണ് ഈ ജപ്പാൻ പേര. അപ്പൊ ജപ്പാൻ പേരയുടെ പല വെറൈറ്റീസ് ഒക്കെ നമുക്ക് നഴ്സറികളിലൊക്കെ മേടിക്കാൻ കിട്ടും. വയലറ്റ് കളറിലുള്ളതുണ്ട്, പിന്നെ ഉള്ളിൽ വൈറ്റ് ഉള്ളതുണ്ട്, ഉള്ളിൽ റെഡ് ഉള്ളതുണ്ട്. ഇത് നമുക്ക് ഏതാന്ന് അറിയില്ല. ഇവര് ടാഗൊക്കെ കണ്ട ഇതേപോലത്തെ ടാഗൊക്കെയാണ് കാണിച്ചേക്കണത്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഞാനിപ്പോ നട്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രോ ബാഗിലാ നട്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രോ ബാഗ് കുറച്ചാള് കഴിയുമ്പോ നമുക്ക് ഗ്രോ ബാഗ് അങ്ങോട്ട് കളഞ്ഞിട്ട് നമുക്ക് മണ്ണിലേക്ക് വെക്കാന്ന് വിചാരിച്ചാണ് നമുക്ക് ഗ്രോ ബാഗിൽ തന്നെ നട്ടത്. പക്ഷെ ഗ്രോ ബാഗിൽ ഇരുന്നേനെ നമുക്കിത് കായ്ച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്ഥലം ഇല്ലാത്തവർക്ക് ഡ്രമ്മിലോ ഗ്രോ ബാഗിലോ ഒക്കെ വെക്കാൻ പറ്റിയ പേരയാണ്. നമ്മൾ ഇതിന് പ്രൂൺ ചെയ്ത് കൊടുക്കും. പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് കൂടുതൽ ശിഖരങ്ങൾ വന്നിട്ട് ശിഖരങ്ങളിലൊക്കെ ഫ്ലവർ ചെയ്യും. അപ്പൊ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പേരൊക്കെയാണല്ലോ ഈ ജപ്പാൻ പേര. അപ്പൊ നമുക്ക് ജപ്പാൻ പേരക്കൊന്ന് വിളവെടുക്കാട്ടാ. കണ്ട് ഇതേപോലെയാണ് പുറമൊക്കെ ഇരിക്കണത്. അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. കണ്ടേ, ഫോട്ടോയില് കാണുന്ന പോലെ തന്നെയാണ് പേരക്കയുടെ അകം. കുരു കണ്ട ഒരു 5-6 കുരു പേരിന് മാത്രമേ ഉള്ളൂ കേട്ടോ. സാധാ പേരക്ക് ഇങ്ങനെയല്ലല്ലോ, ഭയങ്കര കുരുവായിരിക്കുമല്ലോ. അതാണിത് കൂടുതൽ ടേസ്റ്റി ആണെന്ന് പറയണത്. അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. കണ്ട കുരു പേരിന് മാത്രമേ ഉള്ളോട്ട് ഇതില് കുരു എന്ന് പറയാൻ. കണ്ട നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഫ്ലഷ് ആണ് ഇതിൻ്റെ. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ട നല്ല ക്രിസ്പി ആയിട്ടുള്ള പേരക്കയാണ്. കണ്ട അപ്പൊ കുരു കണ്ട കുറച്ച് കുരുവൊക്കെ ഉള്ളു. കണ്ട അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേരക്കയാണ്. നമുക്കിത് കഴിച്ചാന്ന് പറഞ്ഞാലേ സാധാ പേരക്ക കഴിക്കണ പോലെ അല്ല ഈ പേരക്ക കഴിക്കണത്. നമുക്ക് എത്ര കഴിച്ചാലും മതി വരൂല, അത്രയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പേരക്കയാണ്. നല്ല ക്രിസ്പിയാണ് കേട്ടാ. കണ്ട അപ്പൊ നമ്മുടെ വീട്ടില് വെക്കാൻ പറ്റിയൊരു നല്ലൊരു അടിപൊളി പേരയാണ് ഈ ജപ്പാൻ പേര. നമുക്ക് കുരുവില്ല എന്ന് പറയുമ്പോ നമ്മ ഇത്രയും പ്രതീക്ഷിക്കൂല. കാരണം നമുക്ക് ആ പേരക്കയിൽ ഇങ്ങനെ കുരുല്ലാണ്ടിരിക്കണം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ പല കളറിലുള്ള ഇപ്പൊ ഈ ഇതില് വൈറ്റ് ഉള്ള കളറും ജപ്പാൻ പേര വന്നിട്ടുണ്ട്. അതേപോലെ വൈലറ്റ്, ഇവിടെ വൈലറ്റ് മേടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതും ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അത് കായാവുമ്പോ നിങ്ങക്ക് വീഡിയോ ചെയ്ത് കാണിക്കാം. അപ്പൊ നഴ്സറികളിൽ നിന്ന് പല വലിപ്പത്തിലുള്ള തൈകള് നമുക്ക് മേടിക്കാൻ കിട്ടും ജപ്പാൻ പേരുടെ. അപ്പൊ പേരക്കം എല്ലാവർക്കും ഇഷ്ടമുള്ള പേരക്ക, കുട്ടികൾക്കായാലും വലിയവർക്കായാലും പേരക്ക ഇഷ്ടമാണ്. പക്ഷെ ഈ പേരക്ക നമ്മ എത്ര കഴിച്ചാലും മതി വരാത്തൊരു പേരക്കയാണ്. അതിന്റെ തൈകള് നമുക്ക് നഴ്സറികളിൽ എല്ലാ നഴ്സറികളിലും ഉണ്ടെന്ന് ജപ്പാൻ പേരുടെ തൈകള്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ കവറ് കളഞ്ഞിട്ട് നമ്മിപ്പോ എവിടെയാണ് നടണേന്ന് വെച്ച് കഴിഞ്ഞാല് അടിയിൽ കുറച്ച് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് നട്ടുകൊടുക്കാം. പിന്നെ ഞാനിവിടെ ചെയ്തതെന്ന് വെച്ചാൽ സ്ലറി രൂപത്തിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. വേറെ വളങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. നമുക്ക് ആദ്യത്തെ ഫ്ലവറിൽ നിന്ന് തന്നെയാണ് നമുക്കിപ്പോ ഒരു കായ കിട്ടിയേക്കണത്. വേറെ ഞാനിവിടെ ജപ്പാൻ പേര വച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് നിറച്ച് ഫ്ലവർ ചെയ്തിട്ടുണ്ട്, കായ വലുതായിട്ടില്ല. അപ്പൊ നഴ്സറികളിൽ നിന്നൊക്കെ എല്ലാവരും ഒരു പേരയുടെ തൈ മേടിച്ച് വെച്ചോ. സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ടെറസിലോ
അതേപോലെ ചെടിച്ചട്ടി വരെ നട്ടു വളർത്താൻ പറ്റിയതാണ് ജപ്പാൻ പേര. അപ്പൊ ഇത് വേറൊരു ജപ്പാൻ പേരയാണ്. ഇത് കണ്ട ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഈ ജൂൺ ജൂലൈ മാസത്തിലാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റണതും ഫ്ലവർ ചെയ്യണതൊക്കെ. കണ്ട ഇതിന്റെ ഫ്ലവറാണ് ഈ കാണുന്നുണ്ട് ജപ്പാൻ പേരയുടെ. കണ്ട ഇതിപ്പോ ഫ്ലവർ ചെയ്തിട്ട് കായായി വന്നതാണ്. അപ്പൊ ഇത് ഞാൻ നട്ടേക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് HDPയുടെ ഗ്രോ ബാഗിലാണ് നട്ടേക്കണേ. കണ്ട ഇതിൽ നമ്മ അടിവളമായിട്ട് എല്ലുപൊടിയും ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കൊക്കെ ഇട്ട് നട്ടുകൊടുത്തതാണ്. പിന്നെ നമ്മൾ സ്ലറി മാത്രമാണ് ഒഴിച്ചു കൊടുക്കണത്. അപ്പൊ ജപ്പാൻ പേര കണ്ട നമുക്ക് ഇനി ഇതിപ്പോ ഈ വലുതായി നമ്മ വിട്ടുകഴിഞ്ഞാൽ ഇത് മുകളിലോട്ട് പോകും. അപ്പൊ നമ്മ എപ്പോഴും പ്രൂൺ ചെയ്ത് നിർത്തലാണ് പേരയൊക്കെ നല്ലത്. പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാല് ഒരുപാട് ശിഖരങ്ങൾ വരും. അതിലൊക്കെ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സും ഉണ്ടാവും, കായും ഉണ്ടാവും. നമുക്ക് പറിക്കണം. നമുക്ക് ഇതിപ്പോ കവർ ചെയ്തിടാനൊക്കെ എളുപ്പമാണ്. അപ്പൊ ഒരു നല്ലൊരു പേര തന്നെയാണ് ജപ്പാൻ പേര. കുരു ഇല്ലാത്തതുകൊണ്ട് തന്നെ പേരൊക്കെ കഴിക്കാൻ എല്ലാവർക്കും മടി, നിറച്ചു കുരു ആയിരിക്കുമല്ലോ. അപ്പൊ വലിയവർക്കായാലും ഈ വയസ്സായവർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഈ പേരക്കാന്ന് വെച്ചാല് കുരു വളരെ കുറവുള്ളൂ. നമുക്ക് നല്ല ഒരു ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കാൻ പറ്റും, ക്രിസ്പി ആയിട്ട് നമുക്ക് ഇത് കഴിക്കാൻ പറ്റിയ ഒരു പേരക്കയാണ്. നമുക്ക് എത്ര കഴിച്ചാലും ഈ പേരക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കഴിച്ചാലും മതി വരാത്തൊരു പേരക്കയാണ്. നമ്മിപ്പൊ കഴിച്ചു നോക്കിയിട്ട് ഭയങ്കര മധുരവുമാണ് പേരക്കക്ക്. അപ്പൊ എല്ലാവരും ഒരു പേരയുടെ തയ്യൊക്കെ ജപ്പാൻ പേരയുടെ തയ്യൊക്കെ മേടിച്ച് നട്ടോ. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.